SSLC സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്തുന്നതിനുള്ള ഫീസിൽ വൻ വർധനവ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 30 രൂപയിൽ നിന്നും 150 രൂപയായാണ് ഫീസ് ഉയർത്തിയത്. ഇടത് സർക്കാരിന്റെ കാലത്തെ നിർദ്ദേശമാണ് UDF സർക്കാർ നടപ്പിലാക്കിയത് എന്നാണ് ശ്രദ്ധേയം. KB ശ്യാമപ്രസാദ് വിശദാംശങ്ങൾ നൽകും. ശ്യാമി, ഇടത് സർക്കാരിന്റെ കാലത്തെ നിർദ്ദേശമാണോ ഇപ്പോൾ ഈ UDF സർക്കാർ നടപ്പാക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, എന്തായാലും SSLC പരീക്ഷയുടെ പേര് തിരുത്തലിനുള്ള ഒരു സാധ്യത മുന്നിൽ കൊണ്ടുകൊണ്ടാണ് പ്രധാനമായും ഗസറ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു പേര് തിരുത്തലിന് നിലവിൽ ഉത്തരവിറക്കേണ്ടത്. മുൻ LDF സർക്കാരായിരുന്നു പ്രധാനമായും ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതായത് നിയമസഭാ സബ്ജക്റ്റ് കമ്മിറ്റിയുടെയും പരീക്ഷാ കമ്മീഷണറുടെയും ശുപാർശ അനുസരിച്ചാണ് ഇപ്പോൾ ഈ SSLC ബുക്കിലെ പേരിൽ മാറ്റം വരുത്താൻ, അതായത് തിരുത്തൽ നടപടികൾ വരുത്താൻ വേണ്ടി കുത്തനെ ഫീസിൻ്റെ വർധനവും ഇത്തരത്തിൽ കുത്തനെ ഉയർത്തിയിരിക്കുന്നത്. 30 രൂപയിൽ നിന്ന് 150 രൂപയായിട്ടാണ് ഇത്തരത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നത്. അതായത് ഈ ഫീസ് ഇനത്തിൽ 5 ഇരട്ടിയുടെ വർധനവാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തു. നിലവിൽ നേരത്തെ തന്നെ ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെ നിയമസഭാ സബ്ജക്റ്റ് കമ്മിറ്റിയും പരീക്ഷാ കമ്മീഷണറും സർക്കാരിന് മുമ്പാകെ ഈ നിർദ്ദേശം വെച്ചിരുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഇത് മാറ്റിവെക്കുന്ന കാര്യത്തിലേക്ക് സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നികുതി ഇതര വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൂടി തന്നെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ മുന്നിലേക്ക് പരീക്ഷാ കമ്മീഷണർ ഈ നിർദ്ദേശം കൂടി വെക്കുകയും ചെയ്തത്. അതായത് SSLC ബുക്കിലെ ഫീസ് ഇനത്തിലെ മാറ്റം അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാമെന്നുള്ളൊരു മാറ്റം വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ചില ബുക്ക് അടക്കം, അതായത് പ്രിൻറ്റിംഗ് അടക്കം ചില നീക്കുപോക്കുകൾക്ക് പ്രധാനമായ സാധാരണ ഫീസായി 30 രൂപയായിരുന്നു. ആ 30 രൂപയുടെ ഫീസ് ഇനത്തിൽ നിന്നുകൊണ്ട് 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് 150 രൂപയാക്കാമെന്നുള്ള ഒരു ശുപാർശ കൂടി പരീക്ഷാ കമ്മീഷണർ മുന്നോട്ട് വെക്കുകയായിരുന്നു. ഈ ശുപാർശയാണ് ഇപ്പോൾ UDF സർക്കാരും അംഗീകരിച്ചിരിക്കുന്നത്. എന്തായാലും UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും മറ്റ് ഗ്യാരണ്ടി പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ മറ്റ് വരുമാന മാർഗങ്ങൾ, നികുതിയിതര വരുമാനങ്ങൾ കൂടി ഉയർത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെയാണ് പരീക്ഷാ കമ്മീഷണറുടെ ഈ ഒരു ശുപാർശ കൂടി സർക്കാരിന് മുന്നിലേക്ക് വരുമ്പോൾ അതിൽ മറ്റൊന്നും ആലോചിക്കാതെ തന്നെ ഈ നികുതിയിതര വരുമാനം കൂട്ടുന്നതിൻ്റെ ഭാഗമായി SSLC ബുക്കിലെ പേര് തിരുത്തലിൻ്റെ ഭാഗമായിട്ട് 5 ഇരട്ടി ഫീസ് ഇനത്തിൽ 5 ഇരട്ടിയോളം വർധനവ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയും ചെയ്യുന്നത്. 2024 തുടക്കത്തിൽ ഈ LDF സർക്കാരിൻ്റെ കാലത്തെ ഈ ശുപാർശ പരീക്ഷാ കമ്മീഷണർ മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ശുപാർശയിൽ അംഗീകാരം നൽകുകയുമായിരുന്നു. എന്തായാലും നികുതിയിതര വരുമാനങ്ങൾ കൂട്ടാൻ സർക്കാരിന് പിന്തുണ നൽകുന്ന ഒരു, അല്ലെങ്കിൽ സർക്കാരിന് ഇത്തരത്തിൽ സഹായമാകുന്ന തരത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പേര് തിരുത്തലിൽ പ്രധാനമായും ഗസറ്റ് നോട്ടിഫിക്കേഷന് ശേഷം പരീക്ഷാ കമ്മീഷണറെയാണ് ഇതിനായി സമീപിക്കുന്നത്. സർക്കാർ പരീക്ഷാ കമ്മീഷണറെയാണ് ഈ പേര് തിരുത്തലിനുള്ള നടപടിക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പരീക്ഷാ കമ്മീഷണറുടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും ദിവസേന നിരവധി പേരുടെ അപേക്ഷയാണ് ഇത്തരത്തിൽ എത്തുന്നതെന്നുള്ള ഒരു അവകാശവാദം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു വലിയ നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ തന്നെ ഒരു കൊടുംചതി നൽകുന്ന രീതിയിലേക്ക് പ്രധാനമായും ഫീസ് ഇനത്തിൽ 5 ഇരട്ടിയോളം വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ഉത്തരവ് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്നത്. ശ്യാം, വ്യക്തമാണ്. എന്തായാലും SSLC സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്തുവാനുള്ള ഫീസ് ഇപ്പോൾ VD സതീശൻ സർക്കാർ ഉയർത്തിയിരിക്കുകയാണ്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്തും സമാനമായ ഉത്തരവുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും ഉയർത്തുകയാണ് കോൺഗ്രസ് സർക്കാരും. ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.